Good morning guys, it's your Cookie Namat here. Welcome to another video. It's a good morning. No, I don't know, it's a good morning. Good afternoon. I almost 11:30, almost 10 മണി കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഷോ ഓൾമോസ്റ്റ് 1.5 hours ഇതുവരെ ബാംഗ്ലൂർ സിറ്റി കഴിഞ്ഞിട്ടില്ല. അപ്പം ഒരുപാട് നാളിന് ശേഷം കേട്ടോ, ഓൾമോസ്റ്റ് ഒരു 2 മാസത്തിന് ശേഷമാണ് ഞാനിപ്പം ഒരു റൈഡിന് ഇറങ്ങിയത്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഗെറ്റിംഗ് റിക്കവേർഡ്. സോ ഒരു റൈഡിന് ഇറങ്ങാമെന്ന് കരുതി. റൈഡിന് ഇറങ്ങാൻ നോക്കിയപ്പം ഒരുപാട് ദൂരം പോകാൻ പറ്റില്ല, ഒരുപാട് എന്താ പറയുക, ചെറിയ കുഞ്ഞു റൈഡ് ആവാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് എന്താ ചെയ്യാന്നുള്ള കൺഫ്യൂഷൻ അടിച്ചപ്പോഴാണ് ചുമ്മാ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ നമ്മളെ കുനിഗൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതായത് ഹസനിലൊക്കെ പോകുന്ന സ്ഥലത്തേക്കുള്ള ഹസൻ ടുവേർഡ്സ് ഹസൻ ഒരു ടൗണാണ് കുനിഗൽ. അതിനടുത്തായിട്ട് 2-3 ഡാം ലേക്കും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ എയിം ചെയ്യുന്നില്ല. ഐ എം ഗോയിങ് ടുവേർഡ്സ് ദാറ്റ് പ്ലേസ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ നല്ല സ്പോട്ട് കണ്ട് അവിടെ നിർത്താം, ഇല്ലേ അതില്ലെങ്കിൽ അതിൻ്റെ ഹെഡ് പോവാം. സോ നോ പ്ലാൻസ് കാശ്. അപ്പോൾ നമ്മൾ പ്രോപ്പർ ബാംഗ്ലൂർ വിട്ടു കേട്ടോ. കാണുന്നില്ലേ ലെഫ്റ്റ് സൈഡിൽ നെലമംഗല, നമ്മുടെ ഈ റൂട്ടിലേക്കാണ് പോകുന്നത്. സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ഹൈദരാബാദ് അങ്ങോട്ടേക്കൊക്കെ എത്തും. ഇവിടെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹസനിലേക്കൊക്കെ പോകുന്ന റൂട്ടാണ് കേട്ടോ ഇത്. ഇവിടുന്ന് കുനിഗൽ അങ്ങനെ പോയി ഒരു എനിക്കൊന്നൊരു 100 പോയി കഴിഞ്ഞാൽ ഹസനൊക്കെ എത്തും തോന്നുന്നു. 100-110 പോയി 120 മാക്സിമം. അല്ലേ ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ ടുവേർഡ്സ് ഹസൻ. താണ്ടെ മഞ്ഞ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല റൂട്ടാട്ടോ, റോഡൊക്കെ നല്ലതാണ്. അത്യാവശ്യം റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ അധികം ഭയങ്കരമായിട്ടുള്ള ക്രൗഡും കാണാറില്ല റോട്ടിൽ. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗുഡ് റൈഡ്. ബട്ട് ചൂടാണ് സഹിക്കാൻ പറ്റാത്തത്. അടിപൊളിയല്ലേ? അനദർ ഹാഫ് ആൻ അവർ കൂടാണ്. അതിന് മുമ്പ് മിക്കവാറും നമ്മളവിടെ എത്തൂല എങ്ങനെയാണെങ്കിൽ, കാരണം പെട്രോൾ തീരാറായി. ഷെല്ലിന്ന് അടിക്കാം. ഒരു 3/4 മണിക്കൂർ നേരമായിട്ട് ഞാൻ ഷെല്ല് കാണാൻ, ഷെല്ലിന്ന് അടിക്കാം, പ്രീമിയം അടിക്കാം. 2-3 പെട്രോൾ പമ്പ് കയറിയപ്പോൾ അവിടെയൊക്കെ നോർമൽ പെട്രോളുണ്ട്. ഞാൻ കുറച്ച് പ്രീമിയം അടിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഇങ്ങനെ വരുവാണ്. അല്ല ഇത്ര നേരം തമാശയൊക്കെ ആയിരുന്നു കേട്ടോ. പെട്രോൾ തീരാറായി എന്ന് പറഞ്ഞിട്ട് ഇപ്പം സംഭവം സീരിയസ് ആയ പോലെ ഉണ്ട്. കാണുന്നു പെട്രോൾ അബൌട്ട് ടു ഫിനിഷ്. Maybe another, I don't know, 5-8 kilometers. കഴിഞ്ഞൊരു 10-15 kilometers ആയിട്ട് ഒന്നുമില്ല, പെട്രോൾ പമ്പ് ഒന്നുമില്ല. മിക്കവാറും നേരത്തെ പറഞ്ഞതുപോലെ തള്ളേണ്ടി വരും മക്കളെ. പെട്രോൾ പമ്പ് കമോൺ, ആവശ്യമില്ലാത്തപ്പോൾ 4 പെട്രോൾ പമ്പ് ഉണ്ടാവും കേട്ടോ. What is this behavior? Petrol pump, what is this behavior? സോ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒക്കെ ഫോട്ടോ കാണുന്നുണ്ട്, ഇവിടുന്ന് ബോർഡ് കാണുന്നുണ്ട്. ബട്ട് ഐ എം സ്റ്റിൽ എൻജോയിങ് ദ വ്യൂ. ഓക്കെ, പെട്രോളൊക്കെ നമുക്ക് വരും പോകും, പക്ഷേ ദിസ് വ്യൂ ഐ എം സ്റ്റിൽ എൻജോയിങ് ഇറ്റ്. ഐ ക്യാൻ സീ HP there. ഓക്കെ, സദാമാനായി. Damn man, at last. പെട്രോൾ പമ്പ് കയറിയിട്ട് പെട്രോൾ അടിക്കട്ടെ. നമുക്ക് ഡീവിയേഷൻ എടുക്കേണ്ട സ്ഥലമായിട്ടോ. ലെഫ്റ്റ് ഹുലിയദുർഗ, സ്ട്രേറ്റ് ഹസൻ. അപ്പോൾ നമുക്ക് ഹുലിയദുർഗയിലേക്കാണ് പോകേണ്ടത്. ഹുലിയദുർഗയല്ല പോകേണ്ടത്, ഈ ഡയറക്ഷനിലാണ് പോകേണ്ടത്. ഇനി നമുക്ക് ബൈ ഡയറക്ഷണൽ റോഡായിരിക്കും, ട്രാഫിക് ഉണ്ടാകും, ബട്ട് റോഡ് നല്ലതാണ്. അതിൻ്റെ മുമ്പേ അവിടെ എത്താൻ എത്ര 6 കിലോമീറ്റർ കൂടെ ഉള്ളൂ. വലിയ ലേക്ക് കാണുന്നുണ്ടോ? മോനെ മുട്ടിൻ്റെ വലിയ ലേക്ക്, ഒട്ടുക്കത്ത ലേക്ക്.
ഓക്കെ, ഇതാ മാർക്കോനഹള്ളി മീൻസ് മാർക്കോനഹള്ളിയാണ് 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ മാർക്കോനഹള്ളി ഡാം എത്തും. ഒന്നാമത് നല്ല തണുപ്പുണ്ടാവും, എയറിൽ ഭയങ്കര തണുപ്പായിരിക്കും. പിന്നെ ഒരു പ്ലെയിൻ ലാൻഡ് അത് കാരണം അങ്ങനെ ഒരു കാറ്റും ഇങ്ങനെ കണ്ടിന്യൂസ് അടിച്ചുകൊണ്ടിരിക്കും. ഒരു ബ്രീസ്, കാറ്റെന്ന് പറയാൻ പറ്റില്ല, ഒരു ബ്രീസ്. ഇതാണ് നമ്മൾ പറഞ്ഞ ഡാം. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ. ആൾക്കാരും തന്നെ ഇല്ല. ഒരു കക്കിടിക്ക് വാങ്ങിച്ചു, മേലേക്ക് കയറി നോക്കാം. മുടിഞ്ഞ വെയിലാണ്, പക്ഷേ കിതക്കുന്ന മേലെ കയറ്റം കയറിട്ടാട്ടോ. മുടിഞ്ഞ വെയിലാണെങ്കിലും നല്ലൊരു തണുപ്പ് കാറ്റടിക്കുന്നതുകൊണ്ട് വലിയ സീനില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു 4-5 ആൾക്കാരുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. മേലേക്ക് ബൈക്സൊക്കെ വരുന്നുണ്ട്, ഏത് വഴിയാണെന്ന് അറിയില്ല. നമ്മളെന്തായാലും താഴെ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് കേട്ടോ മേലേക്ക് കയറിയത്. റിസർവോയറിൻ്റെ അടുത്തേക്ക് പോയിട്ട് നോക്കിയിട്ടേ അവിടെ കുറച്ചിട്ട് നല്ല വ്യൂ കിട്ടും നോക്കാം. ഗൈഡാണെന്നൊക്കെ പറഞ്ഞിട്ട് 2 പേര് വന്നു. ഗവൺമെൻറ് എംപ്ലോയി ആണ് ഡാമിലെന്ന് പറഞ്ഞു. വീഡിയോ എടുക്കരുതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാശൊക്കെ വാങ്ങിച്ചു. അവിടെ ഒരു എന്താ ഓപ്പറേഷണൽ ഏരിയ, മെഷീൻ ഓപ്പറേഷണൽ ഏരിയ ഉണ്ട്, അതായത് ഷട്ടർ തുറക്കുന്നതൊക്കെ. അപ്പം ആ ഒരു ഏരിയക്കകത്ത് വീഡിയോ അലോഡല്ല, സോഷ്യൽ മീഡിയയിൽ ഇടാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഗേറ്റിന് പുറത്ത് വന്നു. ഇതൊരു എന്താ പറയുക, ഒരു വാക്ക് വേ പോലെ കുറച്ച് ഏരിയ നമ്മൾ ഡാമിന് ചുറ്റും തന്നെ. അതിലൂടെ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു റിസർവോയറാണ്. അപ്പം അങ്ങനെ ഇലക്ട്രിക് പ്രോജക്റ്റുകളൊന്നുമില്ല, പ്യുവർലി അഗ്രികൾച്ചറൽ ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ. വെള്ളം നല്ല ക്ലീൻ ആട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെങ്കിലും നല്ല ക്ലീൻ വെള്ളമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നല്ല തണുപ്പ് കാറ്റ്, നല്ല വെയിലുണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഇവിടെ അധികം ഒന്നുമില്ല. നമുക്ക് ഈവനിങ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, സൺസെറ്റ് കാണാൻ പറ്റും. ഇപ്പം പുള്ളിക്കാരൻ്റെ ഫോണിലൊക്കെ എടുത്ത് കാണിച്ചു തന്നു സൺസെറ്റൊക്കെ. അപ്പോൾ അതൊക്കെ രസമായിരിക്കും. പക്ഷേ ഈ നട്ടുച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല. റിസർവോയർ, പിന്നെ ആ ഒരു സറൗണ്ടിങ് തന്നെ. പിന്നെ ഇപ്പോൾ കാണുന്നില്ല റിസർവോയറിൻ്റെ പിറകിലെ ഭാഗം, സ്പിൽവേയും കാര്യങ്ങളൊക്കെ കാണാൻ നിൽക്കൂടെ. പിന്നെ പിറകിലൊരു വലിയൊരു ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ വാട്ടർ ഓവർഫ്ലോ ആകുമ്പം ഈ റോഡ് കംപ്ലീറ്റ് ഫോർ വീക്സ് ഇത് ക്ലോസ് ആയിരിക്കും എന്നാണ് കേട്ടത്. അപ്പം ഇപ്പോൾ ഒരു പുതിയൊരു ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കുന്നുണ്ട്.